Hi guys, welcome to my channel Technical Browser. ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാമെന്ന് വെച്ചാൽ എങ്ങനെ നിങ്ങൾക്ക് ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളൊരു യൂട്യൂബ് ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ലോഗോ ഒക്കെ വേണമെന്നുണ്ടാവും. അതുപോലെ തന്നെ ഗെയിമിംഗ് ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലോഗോ ഒക്കെ വേണമെന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഒരു കിടില ലോഗോ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ രീതിയിലൊക്കെ ലോഗോ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് പുറത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഒരൊറ്റ ആപ്ലിക്കേഷനാണ് Pixellab എന്നൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ആപ്ലിക്കേഷനായിരിക്കും. ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങൾക്ക് 3D എഫക്റ്റും റിഫ്ലക്ഷനും എല്ലാം കൂടി ഒരു ആപ്ലിക്കേഷൻ ഒപ്പാസിറ്റി ഒക്കെ കുറക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കിടിലം പോലെ നിങ്ങൾക്ക് മാറ്റാവുന്ന നല്ലൊരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഗൈസ് ഇത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ ഒരു Pixellab എന്നുള്ളൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരിക. അപ്പോൾ ന്യൂ ടെക്സ്റ്റ് എന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കുറേ കാണാൻ വായിച്ചപ്പോൾ ഞാനിപ്പോൾ ഇതാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ടെക്സ്റ്റ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യുക ടെക്സ്റ്റിന്. അപ്പോൾ ഇങ്ങനെ ഒരു ഇവിടെ വരും. ഇപ്പോൾ നിങ്ങളിവിടെ ഒരു ഡിലീറ്റ് എന്നൊരു ഇവിടെ കാണാൻ നിങ്ങൾക്കിവിടെ ഡിലീറ്റൊക്കെ ഞങ്ങൾക്ക് ഡിലീറ്റ് ആക്കാൻ പറ്റും. നല്ലൊരു സംഭവമാണ്. ഇപ്പോൾ ഇവിടെ എനിക്ക് ഒരു എ ബട്ടൺ കാണാം. ഇവിടെ ഇപ്പോൾ ഒരു ആ എ ബട്ടണിലേക്ക് എനിക്ക് ഇവിടെ ടെക്സ്റ്റ് കാണാം. ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഈ ഒരു ചാനലിൻ്റെ നെയിമാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിലൊക്കെ ആക്കി കൊടുക്കാൻ പറ്റും. എനിക്ക് ഒരു കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ കളറ് ഇവിടെ ബ്ലാക്ക് എല്ലാ കളറും കഴിച്ചിപ്പോൾ ഇപ്പോൾ ഒരു ആഡ് ചെയ്യേണ്ടി ഇപ്പോൾ ഈ കളറാണ് കൊടുക്കുന്നത്. പിന്നെ കുറേ സംഭവം ഉണ്ടായിപ്പോൾ ഇത് പൊസിഷനൊക്കെ മാറ്റാൻ കഴിച്ചപ്പോൾ ഇങ്ങനെ കുറച്ചും കൂടി ഒരു വരും. പിന്നെ റിലേറ്റീവ് പൊസിഷൻ എന്ന് വെച്ചാൽ എനിക്കൊരു സൈഡിലോട്ടൊക്കെ മാറ്റി വെക്കാൻ പറ്റും. ഇത് രണ്ടും ഞെക്കിയാണ്. ഇപ്പോൾ നടുവിൽ അപ്പോൾ പാഡിങ് വെച്ചാൽ എനിക്ക് ഒരു ചെരിച്ചിട്ട് ഒക്കെ വെക്കാം. ടെക്സ്റ്ററുണ്ട് കഴിച്ചപ്പോൾ എനിക്ക് ഇവിടെ ടെക്സ്റ്ററൊക്കെ വെക്കാം. ഇപ്പോൾ വെക്കുന്നില്ല. അതുപോലെ ഒപ്പാസിറ്റി ഓർക്കാൻ പറ്റും. എനിക്ക് ഇവിടെ കണ്ട് കാണില്ലേ മാസ്ക് കൊണ്ട് കുറേ ഉപകാരം കഴിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ അങ്ങനെ ഒരു രീതിയിലാക്കാൻ പറ്റും. കഴിച്ചപ്പോൾ ഇവിടെ എനിക്ക് ഫോണ്ട് കാണാം. എബിന്ന് കാണാം. ഇവിടെ ആ ഫോണ്ട് ചെയ്താൽ എനിക്കിവിടെ കുറേ ഫോണുണ്ട്. ഇപ്പോൾ മൈ ഫോൺസിൽ നിന്ന് നിങ്ങൾക്ക് ഫോണ്ട് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഫോൾഡറിൻ്റെ ബട്ടൺ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൾഡറിന്ന് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഇവിടെ ഞാൻ ഇതിൽ നിന്നുള്ള തന്നെ ഞാൻ ഇരിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ ഒരു ചെയ്തിട്ടൊക്കെ എടുക്കാം. ഇപ്പം ഇങ്ങനത്തെ ഒരു ലോഗോയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എൻ്റെ ടെക്നിക്കൽ ബ്രൗസർ എന്നാണ് പേര്. ഇപ്പോൾ TV എന്നാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ചാനലിൻ്റെ അനുസരിച്ചൊക്കെ ഞങ്ങൾക്ക് കൊടുക്കാം. ഇതിപ്പോൾ ഒരു സൈസ് കൂട്ടണം. അപ്പോൾ സൈസ് കൂട്ടണം. മറ്റേ ആ സൈസ് ടീൻ്റെ ഒരു സൈസ് നോക്കിയിട്ട് എനിക്കിപ്പോൾ നോക്കാം. 188 കൊടുത്തത്. അപ്പോൾ ഇത് 188 കൊടുക്കും. ഒരേ സൈസ് ആകുമ്പോൾ കുറച്ചും കൂടി ഒരു രീതി വരും. ഇപ്പോൾ എൻ്റെ കളറ് കളറിന് കൊടുക്കാനാണ് ഇഷ്ടം. ഫോണ്ട് ഇപ്പം ആ ഒരു ഫോണ്ട് തന്നെയാണ് ഇപ്പം കൊടുക്കുന്നത്. നല്ലൊരു അടിപൊളി ഫോണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ആക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഒരു ബട്ടൺ കാണാൻ എനിക്ക് അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. ഇവിടെ നിങ്ങൾക്ക് താഴെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഉണ്ടാവും. ഒരു ലോഗോ ഉണ്ടാവും.
അത് നിങ്ങൾക്ക് ഒരു സെലക്ട് ചെയ്യാൻ പറയും. ഞാൻ ഇപ്പോൾ 2 സെലക്ട് ചെയ്തിട്ട് ഇവിടെ മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഇത് രണ്ടും കൂടിയും ഒരുമിക്കും. പിന്നെ അത് മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ രണ്ടും ഒരുമിച്ചായിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഒരു റൗണ്ട് ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ റൗണ്ട് ഇപ്പോൾ മൂന്നാമതായിട്ട് സെലക്ട് ചെയ്യുക. ഇവിടെ ഷേപ്സ് എന്നുണ്ട്. ഇവിടെ ഇമ്പോർട്ട്, ഇപ്പോൾ ഗാലറിയിൽ നിന്നൊക്കെ ഇമേജൊക്കെ ഇമ്പോർട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഷേപ്പ് ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ബട്ടൺ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ കുറേ ഉണ്ട്. ഇപ്പോൾ റൗണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ റൗണ്ടിൻ്റെ രീതിയിൽ ഇപ്പോൾ ഒപ്പാസിറ്റി കുറച്ചിട്ട് നിങ്ങൾക്ക് നോക്കാം. ഇവിടെ ഒരു സ്ട്രോക്ക് കുറച്ച് കൂട്ടി കൊടുക്കാം. പിന്നെ കളർ ഇപ്പോൾ ഈ കൊടുത്ത കളർ തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു റെഡി ആയിക്കൊണ്ട് ഇപ്പോൾ ഒരു പേരും കൂടി അതിൻ്റെ ഒരു ഫുൾ നെയിം കൂടി വെച്ചാൽ റെഡിയാണ് ഇപ്പോൾ. സൈസ് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കാം. കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറാണ്. അതിൻ്റെ തന്നെ ഒരു കളർ തന്നെയാണ് കൊടുക്കുന്നത്. ഫോണ്ട് ഏത് ഫോണ്ടാണ് കൊടുക്കുന്നത്. ഇവിടെ നല്ലൊരു ഫോണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു പുസ്തകം റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ ഈ മൂന്നാമത്തേതാണ് പോകേണ്ടത്. രണ്ടും കൂടി ഒരുമിച്ച് ആക്കിയിട്ടാണെങ്കിൽ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനൊരു ലോഗോ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എനിക്ക് സേവ് ബട്ടൺ കാണാം. ഈ സേവ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. എന്നാലേ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇവിടെ സേവ് ആസ് ഇമേജ് എന്നുണ്ട്. ഇപ്പോൾ ഇമേജ് ആയിട്ടാണ് നമുക്ക് വേണമെങ്കിൽ എനിക്ക് പ്രൊജക്റ്റ് ആയിട്ടും ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ JPG PNG ഉണ്ട്. JPG കൊടുക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി എല്ലാം കൂട്ടാൻ പറ്റും. ഞാൻ ആൾട്ടറാണ് കൊടുക്കുന്നത്. ഇവിടെ സേവ് ടു ഗാലറി എന്ന് അടിച്ചാൽ ഇപ്പോൾ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊരു വെബ്സൈറ്റിൻ്റെയും വേറൊരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ലൊരു കിടിലൻ ഒരു ലോഗോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.